ഹായ് ഫോക്സ്. സോ നമ്മുടെ ഇയറിന്റെ ഫസ്റ്റ് വീക്ക് എൻഡിലോട്ട് എത്തുകയാണ്. നമ്മുടെ ഫൈനൽ ഡേയ്സ് ആണ്. നാളെ ഫ്രൈഡേ, നാളെ NFP റിസൾട്ട്സ് വരുന്നു. നാളത്തോടെ വീക്ക് ക്ലോസ് ആവുകയാണ്. നമ്മുടെ 2026 ഫസ്റ്റ് ട്രേഡിംഗ് വീക്ക് ആണ്. സോ ഈ ട്രേഡിംഗ് വീക്കിൽ ഞാൻ എല്ലാ ദിവസവും എന്റെ ട്രേഡ് എക്സിക്യൂഷൻസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എനിക്കൊരു കാര്യം അനൗൺസ് ചെയ്യാനാണ്. നമ്മൾ കറന്റ് ഇപ്പോൾ ഫോറക്സ് മെന്റർഷിപ്പ് പോകുന്നുണ്ട്, അതേപോലെ 2026 മെന്റർഷിപ്പ് പോകുന്നുണ്ട്. സോ ഫോറക്സ് മെന്റർഷിപ്പ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ 2026 മെന്റർഷിപ്പിന്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഫ്യൂച്ചർ സൈഡ്. അതിനുശേഷം നമുക്ക് അത്യാവശ്യം റിക്വസ്റ്റ് വന്നിരുന്നു ഗോൾഡിന്റെ മെന്റർഷിപ്പ് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഗോൾഡിന്റെയും സിൽവറിന്റെയും ഒരു പ്രൈവറ്റ് മെന്റർഷിപ്പ് ചെയ്യുന്നതായിരിക്കും. ഗോൾഡും സിൽവറും നമ്മൾ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അത്യാവശ്യം റിക്വസ്റ്റും ലൈക്ക് വോളിയവും നമുക്ക് ഓയിലും അതേപോലെ നാച്ചുറൽ ഗ്യാസസിലും അതേപോലെ വേറെയുള്ള അസറ്റ് ക്ലാസസിൽ ക്രിപ്റ്റോ, ബിറ്റ്കോയിൻ, എത്തീരിയം അങ്ങനത്തെ രീതിയിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ടും നമുക്ക് ഒരു സെപ്പറേറ്റ് മെന്റർഷിപ്പ് ആയിട്ട് ചെയ്യാം. കാരണം ഫ്യൂച്ചേഴ്സ് കണക്കല്ല ഫോറക്സ് മൂവ് ആവുന്നത്, ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ ഫോറക്സ് കണക്കല്ല നമ്മുടെ ഗോൾഡ് മൂവ് ആവുന്നത്, അതേപോലെ അല്ല ക്രിപ്റ്റോ മൂവ് ആവുന്നത്. സോ ഇതിനെല്ലാം ടൈമിങ്സും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് ഇതിനൊക്കെ സെപ്പറേറ്റ് മെന്റർഷിപ്പ് തന്നെയാണ്. പക്ഷെ ബേസിക് കോൺസെപ്റ്റ്സ് സെയിം ആണ്. ലിക്വിഡിറ്റി ഗ്രാഫ്, സ്മാർട്ട് മണി റിവേഴ്സൽ, പോയിന്റ് എ ടു പോയിന്റ് ബി, ഈ ഒരു സെയിം ഇതിലാണ്. മൺഡേ അക്യുമുലേറ്റ് ചെയ്യും, ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ ഹൈ അല്ലെങ്കിൽ ലോ ഓഫ് ദ വീക്ക് ഫോം ചെയ്യും. നിങ്ങൾക്ക് അത് നമ്മുടെ ചാർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. സോ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഈ ടൈം ഫ്രെയിംസ് ഏതാന്ന്. സോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 1 ഹവറും നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന 15 മിനിറ്റുമാണ്. സോ നമുക്ക് നമ്മുടെ നാസ്ഡാക്കിന്റെ പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ നാസ്ഡാക്ക് ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഓപ്പൺ ചെയ്തത്. മൺഡേ അക്യുമുലേറ്റ് ചെയ്തു. നമുക്ക് ന്യൂയോർക്ക് സെഷൻ അധികം പ്രൈസ് മൂവ്മെന്റ് ഇല്ലായിരുന്നു. മൺഡേ ഭയങ്കര ലെത്താർജിക് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ഡേ ആയിരുന്നു. ട്യൂസ്ഡേ നമുക്ക് യൂറോയുടെ ബാങ്ക് ഹോളിഡേ ആയിരുന്നു. സ്റ്റിൽ നമുക്ക് അത്യാവശ്യം ഒരു മൂവ്മെന്റ് കിട്ടി. വെനസ്ഡേ നമുക്ക് ഏഷ്യൻ സെഷൻ, ട്യൂസ്ഡേയിലെ ഇന്റേണൽ റേസ് ലിക്വിഡിറ്റിയിലോട്ട് എൻറ്റർ ചെയ്തിട്ട് വെനസ്ഡേ നമ്മുടെ വീക്ക്ലി ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്തു. അവിടെ നമുക്ക് റിവേഴ്സൽ വെനസ്ഡേ തന്നെ കിട്ടി. വെനസ്ഡേ ആയിരുന്നു ഹൈ ഓഫ് ദ വീക്ക് ഫോം ചെയ്തിരുന്നത്. സോ അതിനുശേഷം തേഴ്സ്ഡേ ആ ഒരു സെയിം പ്രൈസ് ആക്ഷൻ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. നമുക്കപ്പം ഫ്രൈഡേ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ NFP ഡാറ്റ അതിനകത്തുള്ള റിയാക്ഷൻസ് നോക്കിയിട്ട് നമുക്ക് ഫ്രൈഡേയിലെ കാര്യം നോക്കാം. സോ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു വലിയ കാര്യം കൂടെ ചെയ്യാമെന്ന് കരുതുന്നു. നിങ്ങൾ എന്റെ എക്സിക്യൂഷൻസും എന്റെ പ്രിസിഷൻസും എന്റെ ആക്യുറസീസും എന്റെ ട്രേഡ്സും നിങ്ങൾ ഇപ്പം ഒരുപാട് പേര് കണ്ടുവരുന്നുണ്ട്. സോ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് എക്സാക്ട്ലി 10K സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിന്റെ അടുത്ത ദിവസം നമ്മൾ നിങ്ങളുടെ ഫോറക്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറേജ് അക്കൗണ്ട്, നിങ്ങൾ ഏത് അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് പാസ് ആക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. സോ നമ്മളത് ഫ്രീ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഡിസ്കോഡിൽ നമ്മൾ ലൈവ് ഇടും. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എല്ലാം പബ്ലിക്കലി പ്രൊവൈഡഡ് ആയിരിക്കും. സോ ആ ഒരു ലൈവില് നമ്മൾ NAS 100, നിങ്ങൾ ഫോറക്സിലാണ് ട്രേഡ് ചെയ്യുന്നെങ്കിൽ NAS 100 അല്ലെങ്കിൽ US 500, US 100 എന്നുള്ള അസറ്റ് പെയർസ് യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾ ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഏത് കോൺട്രാക്ട് മന്തിലാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു കോൺട്രാക്ട് മന്തിന്റെ ബേസിൽ നിങ്ങൾക്ക് ആ ഒരു കോൺട്രാക്ട് ചൂസ് ചെയ്ത് ആ ഒരു കോൺട്രാക്ട് നാസ്ഡാക്കിന്റെ കോൺട്രാക്ട് ട്രേഡ് ചെയ്യാം. സോ നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഫ്യൂച്ചേഴ്സും CFD ട്രേഡ് ചെയ്യുന്നവർക്ക് CFDയും. സോ നിങ്ങളുടെ 5K, 10K, 25K, 50K നിങ്ങളുടെ അക്കൗണ്ട് സൈസ് എന്താണെങ്കിലും നമ്മൾ അതിനനുസരിച്ചുള്ള റിസ്ക് നമ്മളിവിടെ പറയും. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി എത്ര റിസ്ക് ആണ് വെക്കാൻ പോകുന്നത് പറയും. അതിനുശേഷം നമ്മളെ ട്രേഡ് എക്സിക്യൂഷൻ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. ഞാൻ ബൈ അല്ലെങ്കിൽ സെല്ല് ഞാൻ എന്റെ വ്യൂസ് ഞാൻ ഫോർകാസ്റ്റ് ചെയ്യും. നമ്മൾ പോയിന്റ് എ ടു പോയിന്റ് ബി നമ്മൾ മാർക്കറ്റ് ഓപ്പണിന് മുമ്പേ തന്നെ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് എക്സാക്ട്ലി മാർക്കറ്റ് ഓപ്പൺ കഴിഞ്ഞ് 10 to 15 മിനിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ നമ്മുടെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുന്ന അപ്പൊ തന്നെ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ട്രേഡ് വാച്ച് ചെയ്ത് ഫ്രീ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട്സ് പാസ് ആക്കാവുന്നതാണ്. നമ്മളപ്പം നമ്മുടെ 10K സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നതിന്റെ അതിന്റെ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആ ഒരു വീക്ക് നമ്മൾ 1-2 വീക്ക് കൊണ്ട് നമ്മൾ ഉടനെ പാസ്സാക്കും ഈ അക്കൗണ്ട്സ്. ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് പാസ്സാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ടാർഗറ്റ് ലിമിറ്റ് ക്യാഷിന്റെ ബേസിലാണ്, നമ്മുടെ പെർസെന്റേജസിന്റെ ബേസിലല്ല. പക്ഷെ ഫോറക്സിന് ഇച്ചിരി ടൈം എടുക്കുന്ന കാര്യമാണ്. കാരണം ഫോറക്സിൻ്റെത് നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് 8% അല്ലെങ്കിൽ 10% നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ സെക്കൻഡ് ഫേസ് പിന്നെയും ഒരു 6% അല്ലെങ്കിൽ ഒരു 5% ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 13 തൊട്ട് 15% വരെ നിങ്ങളുടെ അക്കൗണ്ടിൽ അങ്ങനത്തെ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് ആണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് ഒരു 1-2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മേ ബി ഒരു വീക്ക് കൊണ്ട് അച്ചീവബിൾ ആയിരിക്കും. പക്ഷെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് ഒറ്റ സ്നാപ്പിൽ ചെയ്യാവുന്നതാണ്. സോ ഇതൊരു അനൗൺസ്മെന്റ് ആണ്. ഞാൻ ഈ വീഡിയോ പബ്ലിക്കായിട്ട് ഞാൻ വലിയ രീതിയിൽ അനൗൺസ് ചെയ്തിട്ടില്ല. സോ
ഇത് ഞാൻ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവർ സട്ടിലായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ നമുക്ക് നമ്മുടെ 4x സീരീസ് കഴിഞ്ഞതിന് ശേഷം റിലീസ് ചെയ്യാം. സോ ഇപ്പൊ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്ന സീരീസ് ആണ് 4xന്റെ മാസ്റ്റർ ക്ലാസ് സീരീസ്. വളരെ ബിഗിനേഴ്സ് തൊട്ട് അഡ്വാൻസ്ഡ് ഉള്ള ഒരു സീരീസ് ആണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫ്യൂച്ചേഴ്സിന്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യുവാണ് 2026 മെന്റർഷിപ്പ്. അതിനുശേഷം നമുക്ക് അത്യാവശ്യം റിക്വസ്റ്റ് വന്നിരുന്നു ഗോൾഡ് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഗോൾഡും സിൽവറിന്റെയും വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം റീഡേഴ്സിന്റെ വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് ഓയിലും നാച്ചുറൽ ഗ്യാസസും അതേപോലെ ബാക്കിയുള്ള വേറെ അസറ്റ് ക്ലാസ്സസ് നോക്കാം. അതേപോലെ നമുക്ക് ക്രിപ്റ്റോയും ചെക്ക് ചെയ്യാം, ക്രിപ്റ്റോ ട്രേഡേഴ്സും ഉണ്ടെങ്കിൽ. അതേപോലെ ക്രിപ്റ്റോ ട്രേഡേഴ്സ് നിങ്ങൾ ഏത് അസറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയാ. നിങ്ങളിപ്പം ബിറ്റ് കോയിൻ ആണോ എത്തീരിയം ആണോ അതോ നിങ്ങൾ ഏത് അസറ്റ് ക്ലാസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പറയാ. സോ നമുക്ക് അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കംപ്ലീറ്റ്ലി നമ്മുടെ ചാനലിൽ ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറി നമ്മുടെ യൂട്യൂബിലെ പ്ലേലിസ്റ്റിൽ കയറി വാച്ച് ചെയ്യാം. ഏതെങ്കിലും വീഡിയോസ് നമ്മളെ ബാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ടേക്ക് ഡൗൺ ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ ആ വീഡിയോസ് എൻ്റെ ഉണ്ട്. ആ വീഡിയോ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെയും കയറി ഒരു വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ വീക്ക്ലി റിവ്യൂ നമുക്കപ്പം ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിപ്പം ഫ്രൈഡേയിലെ ഒബ്ജക്റ്റീവ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്തതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ടഫ് വീക്കിലും നമ്മുടെ ലൈക് നാസ്ഡാക്കിന് ഈ ഇനിഷ്യൽ പ്രൈസ് ആക്ഷൻ ഈ ഒരു ഫസ്റ്റ് വീക്ക് ഭയങ്കര ഒരു ഹാർഡ് വീക്ക് ആയിരുന്നു. എൻട്രീസ് ഒക്കെ ഭയങ്കര ബാഡ് ആയിരുന്നു. വെനസ്ഡേ ഭയങ്കര ബാഡ് ഡേ ആയിരുന്നു. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ഒരു വീക്കിലും നമ്മുടെ ബയാസ് വെനസ്ഡേ ആയിരുന്നു ഹൈ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്തത്. ഒരു പോയിന്റ് ഓഫ് എൻട്രി ചെന്നു, എക്സാക്ട്ലി അവിടുന്ന് റിവേഴ്സ്. ഇപ്പൊ പ്രൈസ് നമ്മുടെ റേഞ്ചിന്റെ 50% നിൽക്കുന്നത്. ഇതെല്ലാം എക്സാക്ട്ലി ബേസിക്സ് പറഞ്ഞ കണക്കാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അസറ്റ് ക്ലാസ് മാറിയെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ഒരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് ഇപ്പം യൂറോ നോക്കുവാണെങ്കിലും അതുപോലെ ട്യൂസ്ഡേ വെനസ്ഡേ ആയിരിക്കും ഹൈ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. GBP നോക്കുവാണെങ്കിലും അത് ട്യൂസ്ഡേ ആണ് ഹൈ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഏതാണ് നിങ്ങളുടെ അസറ്റ് ക്ലാസ്? നമ്മുടെ ഗോൾഡ് നോക്കുവാണെങ്കിലും ഗോൾഡ് നമുക്ക് ട്യൂസ്ഡേ ആണ് ഹൈ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വെനസ്ഡേ ഒരു റിട്രേസ്മെന്റിൽ തേഴ്സ്ഡേ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ എങ്ങനെ പോയാലും സെയിം ലോജിക്കിലാണ് എല്ലാ അസറ്റ് ക്ലാസ്സസും മൂവ് ആവുന്നത്. നമുക്കിപ്പോ ES നോക്കുവാണെങ്കിൽ ESഉം വെനസ്ഡേ ആണ് ഹൈ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഏതൊരു അസറ്റ് ക്ലാസ് നോക്കുവാണെങ്കിലും എല്ലാ അസറ്റ് ക്ലാസ്സും ആ ഒരു സെയിം രീതിയിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിപ്പം കറന്റ് ഫോക്കസ് ചെയ്യുന്ന സീരീസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുവാണ്. സോ until then, be safe, trade safe, bye folks.